ക്രോണിക് റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻറ്റ്, ദാറ്റ് മീൻസ് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് യൂഷ്വലി ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യത്തിൽ വേരിയേഷൻ ഉണ്ടാവാം, മഗ്നീഷ്യത്തിൽ വേരിയേഷൻ ഉണ്ടാവും, സോഡിയത്തിൽ വേരിയേഷൻ ഉണ്ടാവും, ഫോസ്ഫറസിലും വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് നമ്മൾ എപ്പോഴും കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോലൈറ്റ്സ് ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇലക്ട്രോലൈറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ കാർഡിയാക് അരിത്മിയാസ് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം കാർഡിയാക് ഫങ്ഷൻ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. ഇത് കൂടാതെ നമ്മൾ എന്തെങ്കിലും ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കൊടുക്കുമ്പോഴോ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ അലൂമിനിയം കണ്ടെയ്നിങ്, ഫോസ്ഫറസ് കണ്ടെയ്നിങ്, പൊട്ടാസ്യം കണ്ടെയ്നിങ്, അങ്ങനെ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്ൻ ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ അത് പ്രോപ്പർ അപ്രോപ്രിയേറ്റ് ആണോ,